ഈ തെരഞ്ഞെടുപ്പിൻ്റെ കളം ഏതാണ്ട് വ്യക്തമായതോടെ മുഖ്യമന്ത്രിയുടെ പരാമർശം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് കൂടി തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, നമസ്കാരം. ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ, ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ ഈ പരാമർശത്തെക്കുറിച്ചും അതിന് പിന്നാലെ വി ഡി സതീശൻ പറഞ്ഞ ചില പ്രതികരണത്തെക്കുറിച്ചും പറയൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കോന്നിയിലെ പൊതുയോഗത്തിൽ നടത്തിയ പരാമർശം വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. അതിന് കാരണം മുഖ്യമന്ത്രിയെ പോലൊരു നേതാവ് പറയാൻ പാടില്ലാത്തത്, പറയാൻ അരുതാത്ത കാര്യമാണ് പറഞ്ഞത് എന്ന ഒരു വികാരത്തിലാണ് അത്തരത്തിലൊരു ചർച്ച നടക്കുന്നത്. ഇത് രാഷ്ട്രീയ അവസരമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ രംഗത്ത് വരാനുള്ള കാരണം. ഇവിടെ മുഖ്യമന്ത്രി പൊതുവേദിയിൽ ഇങ്ങനെയൊരു മറുപടിയാണോ പറയേണ്ടത് എന്ന കാര്യമാണ് പ്രശ്നം. അത് അദ്ദേഹത്തിൻ്റെ മറുപടി ഒട്ടും യുക്തിഭദ്രമല്ല. ഇന്ന് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. അതായത് പൊതുയോഗത്തിലെ പാലിക്കേണ്ട മര്യാദ ലംഘിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അതിന് തെറ്റുണ്ടായാൽ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും താൻ നടത്തിയ പ്രയോഗത്തിൽ കുഴപ്പങ്ങൾ തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഈ പരാമർശം ചർച്ചാ വിഷയമാകുന്നത്. അതോടൊപ്പം തന്നെ ഇതിനൊരു പശ്ചാത്തലമുള്ളത് ജി സുധാകരനെ അദ്ദേഹം രാഷ്ട്രീയ ചരിത്രം എന്ന് വിശേഷിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ. അപ്പോൾ ഈ തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് പൊതുവിൽ ഇത് വിവാദമാകാനുള്ള കാരണം. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പരാജയ ഭീതി മൂലം മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുന്നു എന്നാണ്. സാധാരണ മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോഴും മറ്റും മുഖ്യമന്ത്രി അവരുടെ മനോനില പരിശോധിക്കണമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മനോനില പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടണമെന്നാണ് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചത്. വി ഡി സതീശനാകട്ടെ അതിരൂക്ഷമായ ഭാഷയിൽ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം കരുതുന്നതെന്ന മട്ടിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇത്തരത്തിൽ കോൺഗ്രസും UDF-ഉം പൊതുവിൽ ഈ വിഷയത്തെ വലിയ വിവാദമാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് കാരണം പൊതുവേദിയിൽ ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം പ്രയോഗങ്ങൾ ആശാസ്യമാണോ എന്ന തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അതാകട്ടെ നേരത്തെ മുഖ്യമന്ത്രിയെ പറ്റി അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് അനുപൂരകമായി വരുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.